ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്താത്തതിനും മറ്റു ഭാഷാ ചിത്രങ്ങളിൽ തുടർച്ചയായി അഭിനയിക്കുന്നതിനും ജയറാം വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. സമീപകാലത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണിത്. പ്രാധാന്യം കുറഞ്ഞ വേഷങ്ങളാണ് ജയറാമിന് ലഭിക്കുന്നതെന്നും എന്തിനാണ് ഇത്തരം വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമായിരുന്നു ആരാധകരുടെ പ്രധാന ചോദ്യം. എന്നാൽ തന്നെ സംതൃപ്തിപ്പെടുത്തുന്ന കഥകൾ മലയാളത്തിൽ ലഭിക്കാത്തത് കൊണ്ടാണ് താൻ സിനിമ ചെയ്യാത്തതെന്ന് ജയറാം തുറന്നു പറഞ്ഞു. കാളിദാസനോടൊപ്പം അഭിനയിക്കുന്ന ആശകൾ 1000 എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി താൻ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെന്ന് ജയറാം ഓർമ്മിപ്പിച്ചു. എന്തുകൊണ്ടാണ് മലയാളത്തിൽ സിനിമ ചെയ്യാത്തതെന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ തന്റെ മനസ്സിന് 100% തൃപ്തി നൽകുന്ന ഒരു തിരക്കഥ ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഇടവേളയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സമയത്താണ് കന്നഡ, തമിഴ്, തെലുങ്ക് തുടങ്ങിയ മറ്റു ഭാഷകളിൽ നിന്ന് പ്രാധാന്യമുള്ളതും എന്നാൽ നായകതുല്യമല്ലാത്തതുമായ നിരവധി വേഷങ്ങൾ തനിക്ക് ലഭിച്ചതെന്ന് ജയറാം കൂട്ടിച്ചേർത്തു. തെലുങ്കിൽ മാത്രം താൻ ഏകദേശം 12 സിനിമകളിൽ അഭിനയിച്ചു. ആദ്യമായി ചെയ്ത സിനിമ കണ്ടതിനാലാണ് പിന്നീട് അവർ തന്നെ വീണ്ടും വിളിക്കുന്നത്. ഇത് വലിയ അംഗീകാരമായിട്ടാണ് താൻ കാണുന്നതെന്നും ജയറാം പറഞ്ഞു. മറ്റു ഭാഷാ ഇൻഡസ്ട്രികളിൽ നിന്ന് തുടർച്ചയായി അവസരങ്ങൾ ലഭിക്കുന്നത് തന്റെ കഴിവിനുള്ള അംഗീകാരമായാണ് ജയറാം വിലയിരുത്തുന്നത്. കന്നഡയിൽ ശിവരാജ് കുമാറിനൊപ്പം ഒരു സിനിമ ചെയ്യാൻ തനിക്ക് അവസരം ലഭിച്ചു. ഇപ്പോൾ വീണ്ടും ശിവരാജ് കുമാറിനൊപ്പം അടുത്ത സിനിമ ചെയ്യാൻ ഒരുങ്ങുകയാണ്. കാന്താര പോലുള്ള വലിയ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും ജയറാം പ്രസ്താവിച്ചു. തന്നെ വിളിക്കാവുന്നവയിൽ ഏറ്റവും മികച്ച വേഷങ്ങൾക്കാണ് മറ്റു ഇൻഡസ്ട്രികൾ തന്നെ സമീപിക്കുന്നത്. അത്തരം അവസരങ്ങൾ ഒരിക്കലും നിരസിക്കാൻ പാടില്ലെന്ന് താൻ വിശ്വസിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പോലും തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളുടെ പ്രാധാന്യം ജയറാം ഊന്നി പറഞ്ഞു. നായകതുല്യം അല്ലെങ്കിൽ പോലും പ്രാധാന്യമുള്ള വേഷങ്ങളാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് അദ്ദേഹം അടിവരയിടുന്നു. ഇത് എൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവാണെന്നും ഒരു നടനെന്ന നിലയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഇത് സഹായകരമാകുമെന്നും ജയറാം കരുതുന്നു. ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന കഥാപാത്രങ്ങളുടെ വൈവിധ്യം പ്രധാനമാണ്. മറ്റു ഭാഷകളിൽ നിന്ന് ലഭിക്കുന്ന ഈ അവസരങ്ങൾ ഒരു നടൻ എന്ന നിലയിൽ തന്റെ വളർച്ചയ്ക്ക് സഹായകരമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മലയാള സിനിമയിൽ നിന്ന് ഒരു മികച്ച തിരക്കഥയ്ക്കായുള്ള കാത്തിരിപ്പ് തുടരുമ്പോൾ തന്നെ മറ്റു ഭാഷകളിലെ തന്റെ സാന്നിധ്യം ശക്തമാക്കുകയാണ് ജയറാം. ഇത് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകുന്നുണ്ട്. പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒരു വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് താൻ തിരഞ്ഞെടുക്കുന്ന വഴിയുടെ പ്രാധാന്യം അദ്ദേഹം അടിവരയിടുന്നു. ഒരു നടൻ എന്ന നിലയിൽ തന്റെ കഴിവിനെ അംഗീകരിച്ച് ലഭിക്കുന്ന അവസരങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ജയറാം വ്യക്തമാക്കി. മലയാള സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ മടങ്ങിവരവിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മറ്റു ഭാഷകളിൽ അദ്ദേഹം ചെയ്യുന്ന ചിത്രങ്ങളും ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്.